വയനാടാകുമോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ കെ പി നൌഷാദ് അലി, ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള അങ്ങയുടെ മറുപടി. ഇവിടെ വേണു എം.എൻ. കാരശ്ശേരി മാഷുടെ വാക്കുകളിൽ വിമർശനമുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ ഞാൻ തീർത്തും മാനിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ നിരായുധനാക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ യുധിഷ്ഠിരൻ വിളിച്ചു പറയുകയും ആന എന്ന് മൃദുവായി പറയുകയും ചെയ്തു. ലക്ഷ്യം നേടിയ ശേഷം, യുദ്ധം കഴിഞ്ഞതിന് ശേഷമൊക്കെ അദ്ദേഹം ധർമ്മപുത്രർ എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല ഒരു ഗുണഫലത്തിനായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ട് ഇതിനെ കാണണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്. പിന്നെ ഇവിടെ ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും CMP ഒക്കെ അടങ്ങുന്ന UDF-ഉം ത്രിവർണ്ണ ബലൂണുകളും കൈപ്പത്തിയും രാഹുൽ ഗാന്ധിയൊക്കെയാണ് അവിടെ നിറഞ്ഞു നിന്നത്. ഇവിടെ പ്രസവാശുപത്രി എന്നോ പ്രസവ വാർഡ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് ബ്രാക്കറ്റിൽ പ്രത്യേകം എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ KVR ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് വലിയൊരു ധ്രുവീകരണത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടതിലുള്ള വലിയ നിരാശയാണ് അദ്ദേഹം വൈകാരികമായിട്ട് വിക്ഷുബ്ധനായിക്കൊണ്ടൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ അതിനെ അത്തരത്തിലാണ് കാണുന്നത്. പിന്നെ ശ്രീ ശിവദാസ് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉള്ളത്, രാഹുൽ ഗാന്ധി 140-ലധികം വരുന്ന MP-മാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ അതിൽ പെട്ടില്ല എന്നൊക്കെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ചെറിയ ഗുജറാത്തിലെ ഒരു സെഷൻസ് കോടതി തൊട്ട് അവിടുത്തെ മേൽക്കോടതി വരെ രാഹുൽ ഗാന്ധിയെ പീഡിപ്പിച്ചതും അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചതും അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം ഇവിടെ ചോദ്യചിഹ്നമാക്കിയതും അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂല വിധിയുണ്ടായതും വയനാട്ടിലടക്കം ഉപതെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയരുന്ന വിധത്തിലൊക്കെ പലരും കച്ചമുറുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയോളം വേട്ടയാടപ്പെട്ട മറ്റൊരാളുണ്ടോ എന്ന ചോദ്യത്തിന് CPM പ്രവർത്തകർക്ക് പോലും മറ്റൊരു ഉത്തരം ഉണ്ടാകാൻ ഇടയില്ല. പിന്നെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് യാഥാർത്ഥ്യവുമായിട്ട് നിരക്കുന്നതാവണം എന്നുള്ളൊരു അഭ്യർത്ഥന ഞാൻ അദ്ദേഹത്തോട് മുന്നോട്ട് വെക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, CPM ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ബാധ്യതപ്പെട്ടൊരു പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതിലെന്താ അത്ഭുതമുള്ളത്? അതുകൊണ്ടാണല്ലോ തമിഴ്നാട്ടിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നത്, പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നു, ത്രിപുരയിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നു, ബീഹാറിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നു, രാജസ്ഥാനിൽ ഞങ്ങൾ അവർക്കൊരു സീറ്റ് നൽകുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ പുറത്ത് സാധ്യമായിടത്തൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അവരുടെ നരേറ്റീവുകളൊക്കെ തീർത്തും വ്യത്യസ്തമാവുകയാണ്. ഇത്തവണ BJP അധികാരത്തിൽ വരാൻ ഇടയുണ്ട് എന്ന വ്യംഗ്യമൊക്കെ ഉയർത്തിവിട്ടുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ഞങ്ങൾക്ക് ചെയ്തോളൂ എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ ചെറുതാകുന്നത് അവർ തന്നെയാണ് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം വേണോ, ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി മറിയുകയാണ്. MV ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെയൊന്നുമല്ല. ഇവിടെ 7 സംസ്ഥാനങ്ങളിൽ 100% സീറ്റ് BJP നേടിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ഗുജറാത്തും രാജസ്ഥാനും ഹിമാചലും ഹരിയാനയും ഡൽഹിയും ജമ്മു കാശ്മീരും ഉത്തരാഖണ്ഡും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബീഹാർ നോക്കൂ, കർണാടക നോക്കൂ, മഹാരാഷ്ട്ര നോക്കൂ, ജാർഖണ്ഡ് നോക്കൂ, ഛത്തീസ്ഗഡ് നോക്കൂ, ഇങ്ങനെ ഏത് മധ്യപ്രദേശ് നോക്കൂ, എവിടെ എടുത്താലും BJP 90% അതിൻ്റെ മുകളിലോ വിജയം നേടിയ പാർട്ടിയാണ്. അവിടെയൊക്കെ അവർ താഴേക്ക് വരികയാണ്. ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ കോൺഗ്രസ് ഇത്ര സീറ്റ് നേടും എന്നുള്ളതിൻ്റെയൊക്കെ വിവരങ്ങൾ BJPക്കാർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പിന്നെ തെലങ്കാനയിൽ കോൺഗ്രസ് സാരമായ നിലയിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ വ്യത്യസ്തമായൊരു ചിത്രമുണ്ട്. കേജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറനെയും ഒക്കെ വേട്ടയാടുന്നതിലുള്ള വലിയ പ്രതിഷേധം അതത് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകും. കാരണം ജാർഖണ്ഡിലൊക്കെ 14-ൽ 11 സീറ്റ് കഴിഞ്ഞ തവണ BJP ജയിച്ചതാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഇവരുടെ ഈ അമിതാധികാര പ്രയോഗം നേരിട്ടുള്ള 1-2 ചോദ്യങ്ങൾക്ക് മറുപടി മുന്നോട്ട് വരുന്നു. ഇതൊക്കെ അങ്ങ് പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് അതിഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിരുന്നു. പക്ഷെ കാതലായ 2-3 ചോദ്യങ്ങളുണ്ട്. അതിന് പരമാവധി നേരിട്ട് മറുപടികളാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്ന്, SDPI ബന്ധത്തിൽ ഇപ്പോൾ കാരശ്ശേരി മാഷുടെ സതുദ്ദേശത്തെ അങ്ങ് സംശയിക്കുന്നില്ലോ. അദ്ദേഹം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ വിമർശനത്തിനുള്ള മറുപടി. SDPയുടെ ബന്ധത്തെക്കുറിച്ച് കാരശ്ശേരി മാഷ് അടക്കമുള്ള കേരളീയ പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ ഗൗരവതരമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊന്നും കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പൊടുന്നതിന് അപ്രതീക്ഷിതമായിട്ട് അല്ല 2 കാര്യങ്ങൾ. ഒന്ന്, K. സുധാകരൻ എന്ന് പറഞ്ഞതാണ് അതൊക്കെ സ്ഥാനാർത്ഥിയുടെ മിടുക്കിന് കിട്ടുന്നതാണ് എന്ന്. SDPയുടെ പിന്തുണയോ? അതാണോ സ്ഥാനാർത്ഥിയുടെ മിടുക്കിന് കിട്ടുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഇനി അടുത്ത കാര്യം ഞാൻ വേഗം നിർത്താം. ശ്രീ നൌഷാദ് അലി,
2019 രാഹുലിന് കേരളത്തിൽ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതാണ്ട് പല മണ്ഡലങ്ങളിലും ഏതാണ്ട് 10,000-ഓളം വോട്ടിൻ്റെയൊക്കെ ശക്തിയുള്ള SDP നിങ്ങളെ സംബന്ധിച്ചൊരു ജീവവായു ആകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥ വരുന്നു എന്ന നിരീക്ഷണങ്ങളുമുണ്ട്. അങ്ങയുടെ മറുപടി? ഞാൻ വേണുവിനോടൊരു കാര്യം, വേണൊരു അല്പം കൂടി വേണു കാത്തു നിൽക്കുക. കാരണം ഇത് ഇന്നുകൊണ്ട് പിന്നെ ഇവിടുത്തെ പ്രചരണമൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അടുത്ത മണിക്കൂറുകളിലൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കും. അത് നൽകുന്ന സൂചന SDP-യുടെ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ പരസ്യമായി പറയുമെന്ന് തന്നെയല്ലേ? അല്ല എന്താ വേണു, അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ആളല്ല വേണു. കാരണം SDP എന്നൊരു പാർട്ടിയെക്കുറിച്ച് കോൺഗ്രസിന് കൃത്യമായൊരു നിലപാടും കാഴ്ചപ്പാടുമുണ്ട്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ചോദിക്കാതെ, പറയാതെ, ചർച്ച ചെയ്യാതെ, അറിയാതെ അവർ ഒരുപക്ഷെ രാഷ്ട്രീയമൊക്കെ മുൻനിർത്തി, ദേശീയ രാഷ്ട്രീയമൊക്കെ പരിഗണിച്ച് എന്തൊരു നിലപാട് അവർ പറഞ്ഞു. അതിൻ്റെ പഴിയൊക്കെ SDP-യുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെളിയും ഞങ്ങളുടെ മേൽ തെറിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നിലപാടുണ്ട്. പാർട്ടി ആ നിലപാട് വൈകാതെ വ്യക്തമാക്കിക്കൊള്ളും. അതൊന്നും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സെക്യുലർ ക്രെഡൻഷ്യലിനെ പോർലേൽപ്പിക്കുന്ന തരത്തിൽ ഒരു ഇഞ്ച് പോലും ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല. ഞങ്ങൾ അങ്ങനെ നിലപാട് വിഴുങ്ങി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിറകെ പോകുന്ന. ശരി, ഇനി ഒരു ചോദ്യം കൂടി. ഇവിടെ അതിഥികൾ ചോദിച്ച ഒരു ചോദ്യം കൂടെ പ്രസക്തമാണ്. നൗഷാദ് അലി ഇപ്പോൾ രാഹുലിനെയും പ്രിയങ്കയും കാണുമ്പോൾ കൊടി താഴെ വെക്കുക, രണ്ടുപേരുമില്ല. ഇന്നിപ്പോൾ രാഹുൽ ഇന്ന് തന്നെ തിരിച്ചു പോയല്ലോ. ഇനിയുള്ള ദിവസം 15-ാം തീയതി ഇനി അദ്ദേഹം മടങ്ങി വരികയുള്ളൂ. അതുവരെയുള്ള ദിവസങ്ങളിൽ കൊടി ഉയർത്തുക, ഇതാണോ കാണാൻ പോകുന്നത്? അത് പരിഹാസ്യമായിരിക്കും. അല്ല, ഈ കൊടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊടിയാണ്. ഞങ്ങൾ ഉയർത്തും. ഞങ്ങൾ ചിലപ്പോൾ കൊടിക്ക് പകരം മറ്റു ചില സങ്കേതങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. അതൊക്കെ ഞങ്ങളുടെ ഒരു കൺവീനിയൻസ് മുൻനിർത്തി അങ്ങനെയൊക്കെ ചെയ്യും. അതിനകത്തൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ദോഷൈക ദൃക്കിനെ പോലെ എപ്പോഴും ഇങ്ങനെ ദുരപതിഷ്ഠവങ്ങളായ ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന. ശരി, ഒരു ചോദ്യം കൂടി. ഇവിടെ ശിവദാസനടക്കം ശക്തമായി CPM ഉന്നയിക്കുന്ന വിമർശനമാണത്. നിങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി അടയ്ക്കുന്നത് CPM ആണോ, അല്ലെങ്കിൽ CPI ആണോ, ഇന്ത്യ സഖ്യമാണോ? അല്ലല്ലോ. പക്ഷെ നിങ്ങൾ മത്സരിച്ച് തോൽപ്പിക്കുന്നത് അവരെയാണ്. എന്ന് മാത്രമല്ല, ഇനി അമേഠി ഒരു വലിയ പദ്ധതിയായിരുന്നു, സമ്മതിക്കുന്നു. 2014 സ്മൃതി ഇറാനി ഇറക്കുമ്പോൾ മുതൽ തുടങ്ങുന്നൊരു വലിയ പദ്ധതിയാണത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് പിന്നൊരു കേന്ദ്ര സർക്കാർ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിച്ച് എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുക, വികസനം എത്തിക്കാൻ കഴിയുക, അങ്ങനെ കൃത്യമായൊരു പദ്ധതിയുണ്ട്. അതവർ വിജയിക്കുകയും ചെയ്തു. ഇതൊന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ പ്രശ്നം റായ്ബറേലി അവിടെ നിൽക്കുകയാണല്ലോ. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലും സോണിയാഗാന്ധി വിജയിച്ചു മാറിയൊരു മണ്ഡലമാണല്ലോ. സോണിയാഗാന്ധിയുടെ അനാരോഗ്യം കാരണം രാജസ്ഥാൻ വഴി വരട്ടെ, നല്ല കാര്യം. പക്ഷെ എന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ വിമുഖത? ഇപ്പോൾ ഏതാണ്ട് 230ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, അല്ലേ? 228 മറ്റോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചല്ലോ. ഇപ്പോഴും അമേഠിയിലും റായ്ബറേലിയിലും തുടരുന്ന മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? വേണു, ഇവിടെ 2019 പൊതുതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക എന്നത് ഒരു വ്യക്തിയുടെ ഒരു കുറ്റമല്ലല്ലോ. അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പം ഇനിയും ഈ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കാനുണ്ട്. നമ്മൾ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചട്ടകത്തും വന്ന് വാരുക എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അത്തരത്തിലൊന്നും നിങ്ങൾ വാരാതെ അതൊക്കെ പ്ലേറ്റിലേക്ക് ഇട്ട് തണുത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ